ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എല്ലാം തിങ്. ഇന്ന് 8ാം ക്ലാസ് മാത്സിന്റെ ആൻസർ കീയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ ദ ലൈൻ പി ആർ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 ഈക്വൽ പാർട്സ്. പി ക്യു ഈസ് ടു ക്യു ആർ ഈക്വൽസ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിവൈഡഡ് ഇൻറ്റു 4 ഈക്വൽ 1 2 3 4. അതിൽ പി ക്യു 3 ഭാഗവും ക്യു ആർ 1. അപ്പോൾ 3:1. പിന്നെ പി ക്യുവിൻ്റെ ലെങ്ത് 6 ആണെങ്കിൽ ക്യു ആർ എത്ര? ഇവിടെ നോക്കിക്കേ, പി ക്യു ഈസ് ടു ക്യു ആർ 3:1. അപ്പം 3x എന്ന് പറയുന്നതാണ് 6. പി ക്യുവിന് നമുക്കിത് റേഷ്യോ ഇല്ല, നമുക്ക് 3x ക്യു ആർ എക്സും ആയിട്ട് എടുക്കാം. 3x 6 ആണെങ്കിൽ എക്സ് എത്ര? 2. ആ എക്സ് തന്നെയല്ലേ നമ്മുടെ ക്യു ആർ. therefore ക്യു ആർ ഈക്വൽസ് 2. ഇനി അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് 1/25 ആസ് എ ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റർ എ പവർ ഓഫ് 10. 1/25 നമുക്ക് എങ്ങനെ എഴുതാം? 1/5 × 5. 25നെ 10 ആക്കാൻ പറ്റത്തില്ല, അതിനെ 100 ആക്കാം. അപ്പോൾ മൾട്ടിപ്ലൈങ് ബൈ 4, അതായത് താഴെ കാണിച്ചിരിക്കുന്ന 1/5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അടുത്ത 5നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × 2 മോള് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4/100. മൾട്ടിപ്ലൈങ് ദ ഡിനോമിനേറ്റർ ആൻഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ 10. മൾട്ടിപ്ലൈങ് ബൈ 10 വിൽ ഗെറ്റ് 4/100. 4/100 നമുക്ക് എങ്ങനെ എഴുതാം? അങ്ങനെ എഴുതിയാലും മതി, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ആസ് ദ പവർ ഓഫ് 10 എന്ന് പറയുന്നതുകൊണ്ട് 4/10² എന്ന് എഴുതിയാലും കുഴപ്പമില്ല. 4/100 എന്ന് എഴുതിയാലും ആൻസർ കറക്റ്റ് തന്നെയാണ്. രണ്ടാമത്തത് 1/25 ഡെസിമൽ ഫോമിൽ എഴുതാൻ പറയുന്നിട്ടുണ്ട്. അതിന് 4/100 എന്ന് കിട്ടും, ഈക്വൽ ടു 0.04. അതായത് 2 പ്ലേസ് മാറ്റി ഡെസിമൽ ഇടുക. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം, വൺ ആംഗിൾ ഓഫ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ ഈസ് 130 ഡിഗ്രി. വാട്ട് ആർ ദ അതർ 2 ആംഗിൾസ്? ഐസോസെലസ് ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാ ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും അല്ലേ? ഈക്വൽ ആകുമ്പം അതിൻ്റെ ബേസ് ആംഗിൾസ് ഈ 2 ആംഗിളും ഈക്വൽ ആയിരിക്കും. ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, 130 തന്നിട്ടുണ്ട്, മറ്റു 2 ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ 180 സബ്ട്രാക്ട് ചെയ്യാം. 180 - 130 ഈക്വൽ 50. അതർ 2 ആംഗിൾസ് ആർ ഈക്വൽ, സോ 50/2. അപ്പോൾ എത്ര കിട്ടും? 25 ഡിഗ്രി. ഇവിടെയും 25 ഡിഗ്രി. other two angles 25 ഡിഗ്രി ആൻഡ് 25 ഡിഗ്രി. അപ്പോൾ എല്ലാം കൂടെ 180 ആവത്തില്ലേ? ഇനി അടുത്ത ചോദ്യം, 5 added to 2 times a number gives 21. Find the number. അപ്പോൾ നമുക്ക് ഈ നമ്പർ എക്സാക്റ്റ് എടുക്കാം. 2 times the number എന്ന് പറയുമ്പോൾ എത്ര വരും? 2x വരും. 5 added to 2x, that is 2x plus 5 gives 21 equals 21. 2x plus 5 equals 21. ആ ഇക്വേഷൻ മാത്രം എഴുതി വയ്ക്കുന്നവർക്ക് 1 മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ എന്താ കിട്ടുക? നമ്പർ ഈക്വൽസ് 8 എന്ന് കിട്ടും. അഞ്ചാമത്തെ ചോദ്യം, ലെങ്ത് ഓഫ് ദ ഡയഗണൽ ഓഫ് എ സ്ക്വയർ ഈസ് 10 cm. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ. ഡയഗണലിന് d ഈക്വൽസ് 10. ഏരിയ കാണണമെങ്കിൽ ഹാഫ് d² എന്നാണ് ഫോർമുല ഉണ്ട്. ഹാഫ് × 10 × 10. അപ്പോൾ നമ്മൾ ഗുണിക്കുമ്പോൾ എന്താണ്? 2ഉം 10ഉം വെട്ടി പോവും, 5 കിട്ടും. 5 × 10 50 cm². ഇതാണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. ആറാമത്തെ ചോദ്യം, എ പേഴ്സൺ ഡെപ്പോസിറ്റഡ് 6,000 rupees in a bank which compounds interest quarterly. Annual rate of interest is 12%. What is the quarterly rate of interest? അപ്പം എത്ര ക്വാർട്ടർ? ഒരു വർഷത്തിൽ 3 മാസം എന്ന് പറയുമ്പോൾ അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 4 പ്രാവശ്യം ഉണ്ട്. 3 മാസം 3 12. അപ്പോൾ 12 divided by 4, so answer is 3%. ഇവിടെ തന്നെ ആൻസർ എഴുതാണ്. ഇതാണ് ആൻസർ. ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 6 months? 6 മാസത്തിന് ശേഷം അദ്ദേഹത്തിന് എത്ര രൂപ തിരികെ കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർമുല തന്നെ ഉപയോഗിക്കണം. A equals P × 1 + R/100 the whole raised to n. അപ്പോൾ നമുക്ക് എന്താണ്? P എത്ര? 6,000 അല്ലേ? നമുക്ക് എന്താ കിട്ടിയത്? P ഈക്വൽസ് നമുക്കിവിടെ എഴുതാം 6,000 × 1 + എത്ര? 3 മാസം കൂടെ 6 മാസം എന്ന് പറയുമ്പോൾ എത്ര ക്വാർട്ടർ ഉണ്ട്? അതിൻ്റെ അകത്ത് 2 ക്വാർട്ടർ ഉണ്ട് അല്ലേ? അപ്പം ഇൻട്രസ്റ്റ് എത്രയായി? 6 മാസത്തേക്ക് 3 × 6. അപ്പം 3/100 the whole raised to 2. ഈ 2 എങ്ങനെ വന്നത്? 6 മാസത്തിൽ 2 ക്വാർട്ടർ ഉണ്ടല്ലേ? അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? ഇവിടെ ചെയ്യാം. 6,000 × 103. 100 + 3 103/100 the whole raised to 2. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ
65.4 റുപ്പീസ് എന്ന് കിട്ടും. ഓക്കെ, റുപ്പീസ് ഞാൻ എഴുതുന്നില്ല. 6365.4 എന്ന ആൻസർ കിട്ടും. ഏഴാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ ABCD is a ട്രപ്പീസിയം. ചിത്രത്തിൽ ABCD ഒരു ട്രപ്പീസിയമാണ്. AB 8 സെന്റിമീറ്റർ, DC 4 സെന്റിമീറ്റർ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സമാന്തര വശങ്ങൾ തമ്മിലുള്ള അകലം 5 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ സം ഓഫ് പാരലൽ സൈഡ്സ് ഓഫ് ദ ട്രപ്പീസിയം? ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ലംബം. ഇതിൻ്റെ പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ട്രപ്പീസിയം, അതിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. അപ്പം സം ഓഫ് പാരലൽ സൈഡ്സ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ആ പാരലൽ അല്ലേ, AB യും CD ആണ് പാരലൽ സൈഡ്സ്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ എന്താണ്? 4ഉം 8ഉം. 4ഉം 8ഉം കൂടെ കൂട്ടിയാൽ 12 സെന്റിമീറ്റർ എന്ന് കിട്ടും. രണ്ടാമത്തെ ഏരിയ കാണാൻ നമുക്കൊരു ഫോർമുല ഉണ്ട്. എന്താണ് ഏരിയ കാണാനുള്ള ഫോർമുല? ഏരിയ ഈക്വൽസ് ഹാഫ് H ഇൻറ്റു A പ്ലസ് B. H എന്ന് പറയുന്നത് ഈ 5. ഇവിടെ വേണമെങ്കിൽ എഴുതാം. H is equal to 5, A is equal to 4. ഏത് വേണമെങ്കിലും എടുക്കാം, 4ഓ 8ഓ ഏത് വേണമെങ്കിലും തിരിച്ചു മറിച്ചും എടുക്കാം. B is equal to 8. ഇവിടെ കൊടുക്കുമ്പോൾ ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 4 പ്ലസ് 8. നമുക്ക് എത്ര കിട്ടും? 12. ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 12. അത് നമുക്ക് ഈ ഫിഗർ മായ്ച്ചിട്ട് എഴുതാം. ആൻസർ ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 12. 6, 6, 5, 30 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഏരിയ ആയിട്ട് നമുക്ക് കിട്ടും. ഇവിടെ ഓക്കെ, എട്ടാമത്തെ ചോദ്യം, x² - y² സമം x + y ഇൻറ്റു x - y. ഈ ഐഡന്റിറ്റി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ x + y 10 ആണെങ്കിൽ ഇത് 10, x - y 8 ആണെങ്കിൽ x² - y² 10. ഇത് രണ്ടും കൂടെ ഗുണിച്ചാൽ പോരെ? 10 ഗുണം 8 80 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ ആൻസർ 10 ഗുണം 8 80. ഇനി രണ്ടാമത്തെ യൂസിങ് ഐഡന്റിറ്റി 51 ഗുണം 49. 51 ഗുണം 49 പറയുന്ന 50 പ്ലസ് 1 50 മൈനസ് 1. അത് നേരത്തെ കയ്യിൽ x 50 y 1. അപ്പൊ നമുക്ക് 50² മൈനസ് 1² എത്ര കിട്ടും? 50ന്റെ സ്ക്വയർ എത്ര? 2500. 2500 എന്ന് ഒന്ന് കുറച്ചാൽ 2000 പറഞ്ഞോളൂ 499. ഇതാണ് അടുത്ത ചോദ്യം. 9ാമത്തെ ചോദ്യമാണ് തന്നിരിക്കുന്നത്. വെയിറ്റ് ഓഫ് 30 ചിൽഡ്രൻ ആൻഡ് ലിസ്റ്റഡ് ബിലോ. 30 കുട്ടികളുടെ വെയിറ്റ് തന്നിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ അകത്ത് ചോദ്യത്തിൽ ഞാൻ എഴുതിയിട്ടില്ല. എന്നിട്ട് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ ടാലി മാർക്കും നമ്പർ ഓഫ് ചിൽഡ്രനും കാണിക്കാനാണ് പറഞ്ഞത്. ടാലി മാർക്ക് അനുസരിച്ച് നമ്പർ എത്ര കുട്ടികളുടെ എണ്ണമാണ് കിട്ടുന്നത് അത് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതാണ് എഴുതിയിരിക്കുന്നത്. 20ഉം 25. പക്ഷെ ഇവിടെ നോക്കിക്കേ, 25 രണ്ടിടത്തുണ്ട്. നോക്കിക്കേ, അപ്പോൾ 25 എന്നുള്ളൊരു സംഖ്യ വരികയാണ്. ഏതിലെടുക്കും? രണ്ടാമത്തേൽ വേണം എടുക്കാം. 20, 21, 22, 23, 24 വരെ ഇതിൻ്റെ അകത്ത് എടുക്കാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഫൈൻഡ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ 10-സൈഡ് റെഗുലർ പോളിഗൺ. എന്താണ്? ബഹുഭുജമാണ് തന്നിരിക്കുന്നത്. 10 വശങ്ങളുള്ള സമബഹുഭുജത്തിൻ്റെ ആകെ കോണുകളുടെ തുക ആണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത് ഒരു ഇൻറ്റീരിയർ ആംഗിൾ, ഇന്നർ ആംഗിളിൻ്റെ മെഷർ എത്ര? അപ്പോൾ സം കാണാൻ നമുക്കൊരു ഫോർമുല ഉണ്ട്. n - 2 ഇൻറ്റു 180. എന്നിട്ട് n 10 ആണ്. 10 - 2 ഇൻറ്റു 180, 8 ഇൻറ്റു 180, 1440. അപ്പോൾ 1 ഇന്നർ ആംഗിൾ എന്ന് ചോദിക്കുമ്പോൾ എത്രയാണ്? 1 ഇൻറ്റീരിയർ ആംഗിൾ, അകത്തുള്ള ആംഗിൾ. ഇന്നർ ആംഗിൾ ഈക്വൽസ് സം ബൈ നമ്പർ. 1440 ബൈ എത്ര? 10, 144 എന്ന് കിട്ടും. ഓക്കെ, 11ാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ AB ഈക്വൽസ് 5 സെന്റിമീറ്റർ. മൊത്തം നീളമാണ് 5 കേട്ടോ. എന്നിട്ട് ഇവിടം വരെ ഉള്ളത് 5. നമ്മൾ എഴുതാം 5. AD 2. അപ്പം ഇത് എത്രയായിരിക്കും? BD എത്രയായിരിക്കും?
5 minus 2. അപ്പോൾ ബി ഡി ഈക്വൽ 5 minus 2 equals 3 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ ആൻസർ 3 അവിടെ തന്നെ എഴുതിയിരിക്കണം. ഞാനിവിടെ താഴോട്ട് എഴുതാം. ആൻസർ എ ഈസ് 3. റൈറ്റ് ദ റേഷ്യോ ഓഫ് ദ ഏരിയാസ് ഓഫ് എ ഡി സി ആൻഡ് ബി ഡി സി. നോക്കിക്കേ, രണ്ടിന് ഹൈറ്റ് ഒന്നാണ് അല്ലേ? ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ഒന്ന് തന്നെയാണ് അല്ലേ? അപ്പം ബേസ് മാത്രമേ ഉള്ളൂ വ്യത്യാസം, ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇവിടെ 2ഉം ഇവിടെ നമുക്ക് എത്ര 3യും കിട്ടി അല്ലേ? 2 + 3 is 5. അപ്പോൾ രണ്ടാമത്തെ റേഷ്യോ എത്രയായിരിക്കും? 2:3. എ ഡി സിയും ബി ഡി സി ആയി വെച്ചിരിക്കുന്നത്. ഇത് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ 35. എ ബി സി എന്ന് പറഞ്ഞാൽ മൊത്തം ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് തന്നിരിക്കുന്നത് 35. അങ്ങനെയാണെങ്കിൽ എ ഡി സി മൊത്തം ട്രയാങ്കിൾ എത്രയാണ്? 2 + 3 5. അപ്പോൾ 5ൽ എത്ര പാർട്ടാണ് എ ഡി സി 2 പാർട്ട്. അപ്പം മൂന്നാമത്തെ ആൻസർ 2/5 ഓഫ് 35. 7 അപ്പോൾ എത്ര 14 cm² എന്ന ആൻസർ. അടുത്ത 12ാമത്തെ ചോദ്യം വരയ്ക്കാനുള്ളതാണ്. അത് നിങ്ങൾ വരയ്ക്കണം. അടുത്ത 13ാമത്തെ ചോദ്യം, ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 2:3:4. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ is 180 ഡിഗ്രി. അപ്പോൾ ഒന്നാമത്തെ ആൻസർ 180 ഡിഗ്രി എന്ന് എഴുതാം. ഇനി രണ്ടാമത്തത്, എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാ. ആംഗിൾസിന്റെ റേഷ്യോ 2x 3x 4x എന്ന് എടുക്കാം. 2x + 3x + 4x ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ എത്ര? 180. ഇപ്പം എത്ര വരും? 5 2 7 അല്ല 3 2 5 4 9x എന്ന് വരും. 7 അല്ല 9x = 180. x = 180/9 = 20 എന്ന് കിട്ടും. ഇനി എക്സിൽ 20 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 2x = 2 × 20 എത്ര? 40. 3x 3 × 20 60. 4x 4 × 20 80. അപ്പോൾ ആംഗിൾസ് എല്ലാം എത്രയായി? 40 60 80. ഓക്കെ, ഇതാണ് ആൻസർ. ഇനി അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം ദ പെരിമീറ്റർ ഓഫ് എ റോംബസിന്റെ ചുറ്റളവാണ്. 4 വശങ്ങളുടെയും കൂടെ ആകെ തുക 40 സെന്റിമീറ്റർ. ലെങ്ത് ഓഫ് വൺ ഓഫ് ഇറ്റ്സ് ഡയഗണൽ, ഒരു ഡയഗണലിന്റെ നീളം തന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ റോംബസ്? ഇത് നമുക്ക് പേര് കൊടുക്കാം. എ ബി സി ഡി ഇസ് എ റോംബസ് ഓ. എല്ലാ വശവും തുല്യമാണ് റോംബസിന്. പിന്നെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ. അങ്ങനെയാണെങ്കിൽ ഒരു ഡയഗണൽ 12 ആണെങ്കിൽ ഇവിടെ എത്ര? 6, ഇവിടെയും 6 12. അപ്പം 4 വശങ്ങളോട് 40. അപ്പോൾ ഒരു വശം എത്രയായിരിക്കും? 10 എന്ന് കിട്ടും. നോക്കിക്കേ. അപ്പം ഒന്നാമത്തെ ആൻസർ 4a = 40. 4a = 40. Therefore a = 40/4 = 10 എന്ന് കിട്ടും. ഇനി വാട്ട്സ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ റോംബസ്? അപ്പോൾ ആദ്യത്തെ ആൻസർ ആയി. ഇനി രണ്ടാമത്തെ ആൻസർ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സെക്കൻഡ് ഡയഗണൽ. അപ്പോൾ സെക്കൻഡ് ഡയഗണൽ കണ്ടുപിടിക്കാനാ നോക്കിക്കേ, ഇത് 90 ഡിഗ്രിയാ. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം അല്ലേ? ഇവിടെ നോക്കിക്കേ, ബി ഇൻ ട്രയാങ്കിൾ AOD എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ഇത് ഓൾട്ടിറ്റ്യൂഡ്. നമുക്ക് ബേസ് ആണ് കാണേണ്ടത്. OA² = 10² - 6² എത്ര വരും? 100 - 36 എന്ന് വരും. 100 - 36 = 64. അപ്പോൾ OA എത്ര വരും? √64 = 8 എന്ന് കിട്ടും. അപ്പോൾ ഒരു സൈഡ് ഇവിടെ 8 ആണെങ്കിൽ ഇവിടെ 8. അപ്പം ലെങ്ത് ഓഫ് ദ ഡയഗണൽ 8 8 16. അപ്പോൾ രണ്ടാമത്തെ ആൻസർ 16. ഇനി മൂന്നാമത്തത് ഏരിയ ഹാഫ് D1 D2. അപ്പം
ഹാഫ് ഇൻറ്റു ഡയഗണൽ 1 ഒന്ന് 12 ഒന്ന് 16 12 ഗുണം 16 എത്ര കിട്ടും 6 16 6 96 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പം 3ൻ്റെയും നമുക്ക് ആൻസറായി. ഓക്കെ. 15ാമത്തത് ഹിസ്റ്റോഗ്രാം വരയ്ക്കാനാണ്. ചോദ്യം എഴുതിയിട്ടില്ല, നിങ്ങളങ്ങ് വരയ്ക്കുക. 16ാമത്തതും വരയ്ക്കാനുള്ളതാണ്, ട്രയാങ്കിൾ. 17ാമത്തെ ചോദ്യത്തിൽ ഒരു പാരലോഗ്രാം തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം ഗിവൺ ഇൻ ദ ഫിഗർ. ഇപ്പോൾ രണ്ടാമത്തത് ഡ്രോയിങ് ആണ്. അപ്പോൾ ഏരിയ ഈക്വൽസ് ഹാഫ് ഇല്ല, ബേസ് ഇൻറ്റു ഹൈറ്റ് ഈക്വൽസ് ബേസ് 6 ഇൻറ്റു 3 18 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇവിടെ സെൻറ്റിമീറ്റർ ആണെന്നിരിക്കുന്നത്. ഇത് എയുടെ ആൻസർ. ബിയുടേത് വരയ്ക്കാനുള്ളതാണ്, അത് നിങ്ങൾ വരയ്ക്കുക. 18ാമത്തത് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. 1² + 2² സമം 3² മൈനസ് 2 ഇൻറ്റു 1 ഇൻറ്റു 2. നമുക്ക് 1 2 3 ഇത് രണ്ടും കൂടെ ഗുണിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. അതാണ് കാണുക പാറ്റേൺ. റൈറ്റ് ദ നെക്സ്റ്റ് ലൈൻ. 3² 4² കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ലൈൻ എന്തായിരിക്കും? 3 4² + 5² സമം 4ഉം 5ഉം 9² മൈനസ് 2 ഇൻറ്റു 4 ഗുണം 5. ഇതാണ് അടുത്ത ലൈൻ. അതിൻ്റെ അടുത്ത ലൈൻ ചോദിച്ചാൽ നമുക്കിതുപോലെ എഴുതാം. ഇവിടെ 7² + 8² സമം 15² മൈനസ് 2 ഇൻറ്റു 7 ഗുണം 8. ഇവിടെയാണ് ഡാഷ് ഇട്ടിരിക്കുന്നത്. അടുത്തത് റൈറ്റ് ദ 20th ലൈൻ. ഇത് ഒന്നാമത്തെ ലൈനിൽ, രണ്ടാമത്തെ ലൈൻ, മൂന്നാമത്തെ ലൈൻ. അപ്പോൾ ഒന്നാമത്തെ ലൈന് 1 തുടങ്ങിയിരിക്കുന്നു, രണ്ടാമത്തെ ലൈന് 2 തുടങ്ങിയിരിക്കുന്നു, മൂന്നാമത്തെ ലൈന് 3. അപ്പോൾ 20ാമത്തെ ലൈൻ എത്രയാ? 20² + 21² സമം അടുത്ത എത്രയാണ്? 20 21 കൂട്ടുമ്പോൾ 41² മൈനസ് 2 ഇൻറ്റു 20 ഗുണം 21. പാറ്റേൺ അനുസരിച്ച് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി A² + B² ഇങ്ങനെ എഴുതാം. ഇതുപോലെ തന്നെ എഴുതാം. എന്താ എഴുതാം? A + B. ആദ്യം A + B ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു A ഇൻറ്റു B. ഇതാണ് ആൻസർ. ഡിയുടെ ആൻസർ ഇതാണ്. അപ്പം നമ്മൾ ചോദ്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. ചോദ്യം എഴുതിയിട്ടുണ്ടായിരുന്നു, പിന്നെ വരയ്ക്കാനുള്ളത് മാത്രം വരച്ചില്ല. ഓക്കെ.